വിവാദങ്ങൾക്കിടെ തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപ സമാഹരണ യജ്ഞം സംഘടിപ്പിച്ചു. 146 നിക്ഷേപകരിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട് PK ഡേവിസ് നിക്ഷേപ സമാഹരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. ബാങ്കിന്റെ മുൻ ഭരണസമിതിക്കെതിരെ ED അന്വേഷണം നടക്കുന്ന ഘട്ടത്തിലാണ് നിക്ഷേപ സമാഹരണ യജ്ഞം നടക്കുന്നത്. കരിവന്നൂർ ബാങ്കിനെ പോലെ അഴിമതികൾ തുമ്പൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു എന്ന പ്രചരണം ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് നിക്ഷേപ സമാഹരണ യജ്ഞം സംഘടിപ്പിച്ചുകൊണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി രംഗത്ത് വന്നിട്ടുള്ളത്. മുൻ ഭരണസമിതിയുടെ കാലത്ത് ചില നടപടിക്രമങ്ങളിൽ ക്രമവിരുദ്ധമായ ചില കാര്യങ്ങൾ കണ്ടെത്തുകയും സഹകരണ ഡിപ്പാർട്ട്മെന്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതിനിടെ EDക്ക് പരാതി നൽകുകയും CPM സൈബർ ഇടങ്ങൾ അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തത്. എന്നാൽ നിക്ഷേപകർ പണം തിരിച്ചെടുക്കാൻ കൂട്ടമായി എത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയ അവസ്ഥയിലായി അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി. ബാങ്കിൽ കരിവന്നൂർ മോഡൽ അഴിമതികൾ നടന്നു എന്ന് പറയുന്നത് വാസ്തവമല്ലെന്ന് ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും സെക്രട്ടറിയും വാർത്താക്കുറിപ്പ് ഇറക്കി. എന്നിട്ടും സംശയങ്ങൾ ബാക്കിയായതോടെയാണ് പാർട്ടി നേതൃത്വം മുൻകൈ എടുത്തുകൊണ്ട് നിക്ഷേപ സമാഹരണ യജ്ഞം സംഘടിപ്പിച്ചത്. 100 പേരിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കാനാണ് ഉദ്ഘാടന ചടങ്ങിൽ ഉദ്ദേശിച്ചതെങ്കിലും 146 പേരിൽ നിന്ന് ഡെപ്പോസിറ്റ് ലഭിച്ചു എന്നത് നേട്ടമായി ഭരണസമിതി കരുതുന്നു. തോമസ് കോലംകണ്ണി, KK ചന്ദ്രശേഖരൻ, ബാഷിം മണപ്പറമ്പിൽ തുടങ്ങിയവരിൽ നിന്നുള്ള നിക്ഷേപം സ്വീകരിച്ചുകൊണ്ടാണ് ഉദ്ഘാടനം നടത്തിയത്. ഭരണസമിതി അംഗം ജിജോ പേരെപ്പാടൻ അധ്യക്ഷത വഹിച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ TS സജീവൻ, സെക്രട്ടറി ഇൻചാർജ് KS മനോജ് എന്നിവരും സംസാരിച്ചു. മീഡിയ ടൈം, മാള.